നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. ആരും ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ജീവിക്കുമ്പോൾ എങ്ങനെ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് NPD അല്ലെങ്കിൽ നമുക്കൊരു അബ്യൂസർ, നമുക്ക് ഡാർക്ക് പേഴ്സണാലിറ്റി ഉള്ളവർ, നമുക്ക് ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. പല രീതിയിലുള്ള കൾച്ചറൽ പ്രാക്ടീസസ്, സോഷ്യൽ പ്രാക്ടീസസ്, ഫാമിലിയൽ പ്രാക്ടീസസ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ നമ്മളോട് പെരുമാറുന്നത്, ഇങ്ങനെയൊക്കെ പല കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടേതായ ജീവിത രീതികളുണ്ട്, ശൈലികളുണ്ട്, നമ്മുടെ പേർപ്പസ് ഉണ്ട്, നമ്മുടെ രീതികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വളരെയേറെ പ്രസക്തമായിട്ട് വരുന്നത്. അതായത് ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. ഇറ്റ് ഈസ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ. എല്ലാവരും പറയും നിങ്ങൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴും ഇറ്റ്സ് ഓക്കെ. യു ഡോണ്ട് ഹാവ് ടു ബി ഓക്കെ വിത്ത് എവറിത്തിങ്. എല്ലാത്തിനോടും നിങ്ങൾ ഓക്കെ ആകേണ്ട കാര്യമില്ല. കൾച്ചറലി ചില കാര്യങ്ങൾ പറയും, അപ്പോൾ നമ്മളിങ്ങനെ ഐ ഷുഡ് ബി ഓക്കെ വിത്ത് ഇറ്റ്. നോ, യു ക്യാൻ സേ ഐ ആം നോട്ട് ഓക്കെ വിത്ത് ഇറ്റ്. ബി നോട്ട് ഓക്കെ, ബി നോട്ട് ഓക്കെ. അത് പറയുക, അത് നിങ്ങൾ കാര്യങ്ങളെ ക്ലാരിറ്റിയിൽ ചോദിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില സിസ്റ്റം, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളുടെ സോഷ്യൽ സിനാരിയോസിൽ, നമ്മുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം നമുക്ക് പറയാൻ പറ്റും, സർട്ടൻ തിങ്സ് ഐ എം നോട്ട് ഓക്കെ വിത്ത്. അപ്പോൾ ഞാൻ ചിലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് പലരും പറയുന്ന കാര്യമാണ്, എനിക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്യുന്നു, ഐ എം നോട്ട് ഫിറ്റിംഗ് ഇൻ, ഓർ ഐ എം നോട്ട്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബിക്കോസ് നമുക്ക് എപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം അത് ഓക്കെയാണ്. ടു ബി നോട്ട് ഓക്കെ, ടു ബി നോട്ട് ഓക്കെ, ടു ബി നോട്ട് ബി ഓക്കെ എന്ന് പറയുന്നത് എല്ലാത്തിനോടും നമ്മൾ കറക്റ്റായിട്ട് ചേർന്ന് നിന്ന് കറക്റ്റായിട്ട് അത് ഓക്കെ ആക്കി പോകണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇതിനകത്തൊരു പക്ഷേ വരുന്ന എവിടാന്ന് വെച്ചാൽ, ഒരു ഹവോവർ വരുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോട്ട് ബി ഓക്കെ എന്ന് പറയുന്നിടത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഓക്കെ അല്ലാത്തതെന്നുള്ള എനിക്ക് ക്ലാരിറ്റി വേണം. അത് എനിക്ക് തോന്നിയ പോലെ നടക്കും, എനിക്കതാണ് ഇഷ്ടം, എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, എനിക്ക് അത് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ല നമ്മൾ നോട്ട് ഓക്കെ ആകുന്നത്. ഞാൻ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്, ഈ രീതിക്കാണ് എൻ്റെ ജീവിതം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഐ ഹാവ് എ ഡെസ്റ്റിനേഷൻ ടു റീച്ച് ആൻഡ് ഐ ഹാവ് മൈ ഓൺ പാത്ത്സ് ടു ഡിസൈഡ് ആൻഡ് ലൈക്ക് ടേക്ക്. ഇതെല്ലാം എനിക്ക് അറിയാവുന്നപ്പോൾ ഞാൻ അതിലേ പോകുമ്പോൾ, ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് ഈ പലപ്പോഴും ഈ ആസ്പെർജേഴ്സ് പോലെ ഓട്ടിസ്റ്റിക് ആ രീതിക്കുള്ള കുട്ടികളോട് നമ്മൾ ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ആകണമെങ്കിൽ നോട്ട് ബി ഓക്കെ, മറ്റുള്ളവരുടെ കണ്ണിൽ നോട്ട് ബി ഓക്കെ എന്നുള്ളത് വരുന്നതിന് ഒരു കുഴപ്പവുമില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ രീതിയിലുള്ള റൈറ്റ്സും എല്ലാ രീതിയിലുള്ള അവകാശവും ഉണ്ട്. ചിലർ പറയും എനിക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിശ്വാസമില്ല. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എനിക്ക് കൂടുതലും എനിക്ക് പ്രൊഫഷണൽ ലൈഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, എനിക്ക് അതല്ലാതെ ഒരു ജീവിതത്തോട് എനിക്ക് താല്പര്യം. ഇറ്റ്സ് ഓക്കെ. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ എം എ സെക്ഷൽ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് മാരിഡ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷെ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. മറ്റുള്ളവർ പറഞ്ഞിട്ടും എടുത്തിട്ടും ഒക്കെ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കതിൽ റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾക്കതിൽ സങ്കടം ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആ ജീവിതം ജീവിക്കാനായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങളായിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ചേർന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. There are certain people who says that like women has to be taking care of kitchen work and കുടുംബത്തിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. അതല്ല, ഒരു വിമണിന് തോന്നുകയാണ് ഐ വാണ്ടഡ് ടു ബി ഇൻ എ പ്രൊഫഷണൽ ഫീൽഡ്, ഐ വാണ്ടഡ് ടു ബി ആസ് ആൻ ആർട്ടിസ്റ്റ്, എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണം, എനിക്ക് ആ ലെവലിലാണ് എൻ്റെ കാര്യങ്ങളെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഐ എം നോട്ട് ഓക്കെ വിത്ത് ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ, ആ ഒരു ഇങ്ങനെ വേണമെന്നുള്ള ആ ഒരു ബോക്സിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അല്ലെ എനിക്ക് പറ്റില്ല, എനിക്ക് വേണ്ട. ഇറ്റ് ഈസ് ഓക്കെ. എനിക്കൊരു റൈറ്റർ ആകണം, എനിക്കൊരു നറേറ്റർ ആകണം, എനിക്കൊരു എന്താ പറയുക ആക്ടർ ആകണം, എനിക്കൊരു സിംഗർ ആകണം, എനിക്ക് ഏത് രീതിയിൽ, എനിക്ക് ടെക്നിക്കൽ ഫീൽഡിൽ അങ്ങനെയാണ്, എനിക്കൊരു ബിസിനസ് വുമൺ ആകണം. എന്തും ഏതും ഈസ് ഓക്കെ ആണ്. അപ്പോൾ അവിടെ പക്ഷെ ആ ഓക്കെ എന്നുള്ളിടത്ത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് വെൻ ഐ സേ ഇറ്റ്
ഇറ്റ് ഈസ് ഓക്കെ ടു നോട്ട് ബി ഓക്കെ എന്ന് പറയുന്നിടത്ത് ഞാൻ ഏതാണോ എനിക്ക് ഓക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഞാൻ ഓക്കെ അല്ല, ഇതാണ് എനിക്ക് ഓക്കെ എന്ന് പറയുന്നിടത്ത് യു നീഡ് ടു എസ്റ്റാബ്ലിഷ് യുവർ സെൽഫ്. അല്ലാതെ അവിടെ ഇല്ല ഇവിടെ ഇല്ല, അവിടെ ഞാൻ വലുതായിട്ടൊന്നും ഇതാകുന്നില്ല ഇവിടെയും ആകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ഏത് ഏരിയയിൽ ദാറ്റ് ഈസ് നോട്ട് ഓക്കെ, ദിസ് ഈസ് ഓക്കെ എന്ന് പറയുന്നിടത്ത് ഏതാണോ എനിക്ക് ഓക്കെ അത് ഞാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എന്നെ ബിൽഡ് ചെയ്തുകൊണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പല ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കത് ഇഷ്ടമില്ല, അതില്ല, അത് കുഴപ്പമില്ല, ഇവിടെ ഇഷ്ടമില്ല, അത് കുഴപ്പമില്ല. ഇതൊക്കെ ശരിയാണ്. അത് ഇഷ്ടമില്ല, നമുക്ക് കുഴപ്പമില്ല, ഇത് ഇഷ്ടമില്ല, കുഴപ്പമില്ല, അതെനിക്ക് ഓക്കെ അല്ലേ, കുഴപ്പമില്ല, ഇതെനിക്ക് ഓക്കെ അല്ലേ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്താണ് ഓക്കെ എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരത്തില്ല, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് എനിക്ക് ഓക്കെ ആയിട്ട് വരത്തില്ല. ഞാൻ എപ്പോഴും എൻ്റെ തെറാപ്പി ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ലൈഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് ഒത്തിരി ഉണ്ട് അതിനകത്ത് ഒരു പ്രിൻസിപ്പിളാണ് ഇത് ഓക്കെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ ഓക്കെ പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വാട്ട് ഈസ് ഓക്കെ ഫോർ മീ മേ നോട്ട് ബി ഓക്കെ ഫോർ യു. വാട്ട് ഈസ് ഇറ്റ്? വാട്ട് ഈസ് ഓക്കെ ഫോർ മീ മേ നോട്ട് ബി ഓക്കെ ഫോർ യു. വാട്ട് ഈസ് ഓക്കെ ഫോർ യു മേ നോട്ട് ബി ഓക്കെ ഫോർ മീ. I will try to do what is okay for both of us. However, if that is not possible, I will give priority to what is okay for me. So, do you want me to repeat it again? Okay, one more time I'll tell you. What is okay for me may not be okay for you. What is okay for you may not be okay for me. I will try to do what is okay for both of us. However, if that is not possible, I give priority to what is okay for me. Because nobody else will give what is okay for me priority if I don't give priority. അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഞാനത് മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആവില്ല, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് എനിക്കും ഓക്കെ ആവില്ല. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതെനിക്ക് ചെയ്യാൻ സാധ്യമല്ല, രണ്ടു പേർക്കും ഓക്കെ ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണോ എനിക്ക് ഓക്കെ ആകുന്നത് അതിനായിരിക്കും. കാരണം എനിക്ക് ഓക്കെ അതിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ വേറെ ആരും എനിക്കതിന് പ്രാധാന്യം തരില്ല. സോ ഐ നീഡ് ടു ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സെൽഫ് ലവ് കൊടുത്ത്, സെൽഫ് കെയർ കൊടുത്ത്, സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളിൽ ഒരു വാംത്ത് എന്ന് പറയുന്നുണ്ടായിരിക്കണം. നമ്മൾ എത്ര ഹാർഡായിട്ടുള്ള വ്യക്തിയായാലും, എത്ര ലോജിക്കലും കൊഗ്നേറ്റീവ്ലി ഒക്കെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അതിനകത്തേക്ക് ഒരു വാംത്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വാംത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങളെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നോട്ട് ബി ഓക്കെ എന്നെനിക്ക് പറയാൻ പറ്റുക, അത് കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് അതങ്ങനെ മറ്റുള്ളവരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. അവർ ദിസ് ഇസ് മൈ ലൈഫ്, ഐ എം ഓക്കെ ഇൻ ഇറ്റ്. അത് നോട്ട് ടു ബി ഓക്കെ, നിങ്ങളെപ്പോലെ നോട്ട് ബി ഓക്കെ എന്ന് പറയാനായിട്ട് എനിക്ക് പറ്റും. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് എനിക്ക് ഓക്കെ ആക്കാൻ പറ്റത്തില്ല, അവിടെ നടക്കുന്ന കാര്യത്തോട് എനിക്ക് ഓക്കെ ആക്കാൻ പറ്റത്തില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഈ രീതിക്കാണ് എനിക്ക് ജീവിക്കേണ്ടത്. പക്ഷെ അവിടെ നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്തും നിങ്ങളെ ഒരു സക്സസ് ജേർണിയിലേക്കും കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ശരിക്കും ഒരു വിജയകരമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് വരേണ്ടത് എനിക്കെന്ത് ഓക്കെ ആണെന്നുള്ളതും അത് മറ്റുള്ളവരിൽ നിന്ന് നോട്ട് ഓക്കെ എന്നുള്ളതും എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും പറ്റണം. അത് നമ്മുടെ പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്തൊക്കെ ഓക്കെയാണ്, എന്തൊക്കെ ഓക്കെ അല്ല, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ആർക്കും ഒരു അബ്യൂസ് കൊടുക്കാതെ, സ്വയം അബ്യൂസ് ചെയ്യാതെ, അബ്യൂസ് എടുക്കാതെ, അബ്യൂസ് കൊടുക്കാതെ, സ്വയം അബ്യൂസ് ചെയ്യാതെയും ജീവിക്കാൻ നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ.